അസ്സലാമു റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഒരുപാട് ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ പരിപാവനമായ ഒരു വെള്ളിയാഴ്ചയാണ് അല്ലേ? അൽഹംദുലില്ലാഹ്. വെള്ളിയാഴ്ചകൾ ഇങ്ങനെ ഓടി ഓടി വരാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ ആയതുപോലെയാണ് നമുക്കുള്ളത്. അല്ലാഹു വെള്ളിയാഴ്ച കൂടുതൽ ഇബാദത്ത് അധികരിപ്പിക്കാൻ വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാർ. കാരണം വെള്ളിയാഴ്ച രാവും പകലും ഇബാദത്തുകൾ, സ്വലാത്തുകൾ, ദിക്റുകൾ എല്ലാം സ്വീകരിക്കുന്ന പ്രത്യേക സമയങ്ങളുണ്ടെന്നാണ് വേദം. അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമാക്കിയിട്ടില്ല. പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അല്ലാഹു വെള്ളിയാഴ്ച കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ അൽഹംദുലില്ലാഹ് ഓരോ അറിവുകൾ നമ്മൾ ഓരോ ദിവസം പഠിക്കണം. എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോരോ സ്വലാത്തുകളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? പുതിയ പുതിയ സ്വലാത്തുകൾ. പുതിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്വലാത്തുകൾ, നമുക്കറിയാത്ത പുതിയ പുതിയ സ്വലാത്തുകൾ നമ്മൾ പഠിക്കുകയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ. അള്ളാഹു സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് അണയാൻ, മദീനയിൽ കിടന്ന് മരിക്കാൻ, ജന്നത്തുൽ ബഖയിൽ ഖബറടങ്ങാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ പിടിവള്ളി സ്വലാത്താണ്. സ്വലാത്ത് സാധാരണ സ്വലാത്തുകൾ ദിവസങ്ങളെ പോലെയല്ല. വെള്ളിയാഴ്ച രാവിലും പകലുമുള്ള സ്വലാത്ത്, വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്ത് നിബിതങ്ങളെ നേരിട്ട് മലക്കൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. നിബിതങ്ങൾ നേരിട്ട് കേൾക്കുമെന്നാണ്. അത്രമാത്രം മഹത്വമുള്ള വെള്ളിയാഴ്ചകളിൽ സ്വലാത്ത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ചൊല്ലണം. വെള്ളിയാഴ്ച മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. ഏറ്റവും ചുരുങ്ങിയത് 300 എണ്ണമാണ് വെള്ളിയാഴ്ചത്തെ രാവിലും പകലിലുമുള്ള സ്വലാത്തിന്റെ എണ്ണമെന്നാണ്. നമ്മൾ സാധാരണ 100 എണ്ണമേ ചൊല്ലുള്ളെങ്കിൽ വെള്ളിയാഴ്ച പരിഗണിച്ച്, രാവിലെ പകലിനെ പരിഗണിച്ച് ഒരു 300 തവണ ചൊല്ലൽ പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ കാണാം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എന്നായാലും ഇന്ന് നമ്മളൊരു സ്വലാത്ത് ചൊല്ലാൻ പഠിക്കണം. ഏത് സ്വലാത്ത് എന്ന് പറയുക? സ്വലാത്തുൽ കമാലിയ എന്നാണ് ആ സ്വലാത്തിന്റെ പേര്. സ്വലാത്തുൽ കമാലിയ എന്താണ്? കമാലിയത്ത് പരിപൂർത്തീകരണം അല്ലെങ്കിൽ പൂർത്തിയാകൽ എന്നാണ് കമാലി എന്നതിനർത്ഥം. അങ്ങനെയുള്ളൊരു സ്വലാത്ത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ഈ സ്വലാത്ത് ഒരാൾ ഒരു വട്ടം ചൊല്ലിയാൽ ആ സ്വലാത്തിന്റെ പ്രതിഫലം, ആ ഒരു സ്വലാത്തിന് 14,000 സ്വലാത്ത് ചൊല്ലിയ കൂലിയുണ്ടെന്ന് മഹാരഥന്മാർ. ഒരൊറ്റ തവണ ചൊല്ലിയ 14,000 സ്വലാത്ത് അവൻ ഇരുന്ന ഇരിപ്പ് ചൊല്ലിയതിന്റെ കൂലി കിട്ടുന്നു. അപ്പൊ ഒരു 100 എണ്ണം ചൊല്ലി എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലിയ കൂലി കിട്ടും? ഒരു 300 എണ്ണം ചൊല്ലി എത്ര എണ്ണം കിട്ടും? ആലോചിച്ച് നോക്കി. അള്ളാഹു അമൽ ചെയ്യാൻ പാകത്ത് സ്വലാത്ത് വല്ലാത്തൊരു രസാണ്. ആശ്രയമറ്റവരുടെ നിലാരംബരുടെ പിടിവള്ളിയാണ് സ്വലാത്ത്. ആനന്ദ ലഹരിയിൽ ആറാടുന്നവർക്കുള്ള വല്ലാത്ത തേൻ മഴയാണ് സ്വലാത്ത്. അള്ളാഹു സ്വലാത്ത് മുറുകെ പിടിക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വലാത്തുൽ കമാലിയ ഒരു തവണ ചൊല്ലിയാൽ 14,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അവനെ രേഖപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ. പിന്നെ ഇതുപോലെ നമുക്ക് ഇന്ന് ഈ വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലാൻ തുടങ്ങിയ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പുതിയ സ്വലാത്ത് പഠിക്കും. ആ സ്വലാത്ത് വരെ ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ സ്വലാത്തും നമ്മൾ ചൊല്ലണം. അൽഹംദുലില്ലാഹ്, ഭാഗ്യം തരട്ടെ. അപ്പൊ ഒന്നാമത്തത് 14,000 സ്വലാത്തിന്റെ പ്രതിഫലം. 2, അവന്റെ ജീവിതത്തിന്റെ ദുനിയവിയായ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. നമ്മളെ ദുആ ചെയ്യുമ്പോൾ 100 കാര്യം ചോദിച്ചാൽ 99 ദുനിയാവും 1 ആഖിറവുമാണ്. എന്നാൽ അതിന്റെ പ്രതിവിധിയാണ് ഈ സ്വലാത്ത്. കമാലിയത്ത് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി തരും അല്ലാഹ്. ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിക്കോളിൻ. നിങ്ങളുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും ആപലാദികളും വേവലാദികളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹു മഞ്ഞുരുകുന്നത് പോലെ മാറ്റിത്തരുന്നത് അനുഭവിക്കാം. മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, നിങ്ങളത് അനുഭവിക്കുക തന്നെ ചെയ്യുന്ന, അനുഭവിക്കുന്നല്ല അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് അതിന്റെ ഇബാറത്ത്. അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് ദുനിയവിയായ പ്രയാസങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ബേജാറാക്കുന്നുണ്ടെങ്കിൽ ഇത് പതിവാക്കിക്കോളിൻ. അതുപോലെ മൂന്നാമത്തെ നേട്ടം, ഈ സ്വലാത്ത് നിങ്ങൾ 100 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന 80 വർഷത്തെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കുന്ന. നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും അസ്ത്ര നമസ്കാരം കഴിഞ്ഞ് 80 വട്ടം ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന സ്വലാത്ത്. അത് വെള്ളിയാഴ്ച മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇത് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കിക്കോളിൻ. 80 വർഷത്തെ പാപം പൊറുക്കുന്ന ഒരു മുതൽക്കൂട്ടല്ലേ? ഒരുപാടൊന്നുമില്ല, 2 വരിയെ നമുക്ക് അറിയാവുന്ന വാക്കുകൾ സ്വലാത്ത്. എന്റെ പ്രിയമുള്ളവരെ, അപ്പൊ സ്വലാത്തുൽ കമാലി. അത് മാത്രമല്ല, ഈ സ്വലാത്ത് പതിവാക്കുന്നവർ പരലോകത്തെ ഭയപ്പെടേണ്ടി വരില്ല. ഖബറിലെ ശിക്ഷ ഉണ്ടാവൂല, വിചാരണ ഉണ്ടാവൂല, മീസാന തുലാസിൽ ഭാരം അധികരിക്കും, സിറാത്ത് എന്ന പാലം
മിന്നൽ വേഗം, വലത് കൈയിൽ കിതാബ്, മീസാനം, അതുപോലെ ഹൗദുൽ കൗസർ എല്ലാം അവന് കൊടുക്കും. പരലോകത്തും മലക്കുകളുടെ പ്രത്യേകം ഹിഫാലത്ത് അള്ളാഹ് കമാലിയത്തിലാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതാണ് സ്വലാത്ത്. അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി വകമാ യലീഖു ബികമാലിഹി. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി വകമാ യലീഖു ബികമാലിഹി. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി അദദ കമാലില്ലാഹി വകമാ യലീഖു ബികമാലിഹി. അള്ളാഹുവെ പടച്ചവനെ, മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ, എല്ലാം മുത്തുനബി തങ്ങളുടെ പേരിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ നിന്റെ കമാലിയത്തിന്റെ എണ്ണത്തിന്റെ കണക്കനുസരിച്ച് നിന്നോട് യോജിച്ച എന്തെല്ലാം നാമങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതെല്ലാത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു നീ കൊടുക്കണേന്നാണ്. അത്ര വലിയ കമാലിയത്തിന്റെ പദം വരുന്ന വാക്കാണ് ഈ സ്വലാത്ത്. മുറുകെ പിടിച്ചോളിൽ. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മൾ എല്ലാ ദിവസവും വേഗത്തിൽ പറഞ്ഞു പോവാണ്. വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ നഖമുറിക്കണം, കക്ഷരോമങ്ങൾ, ഗുഹ്യരോമങ്ങൾ നമ്മൾ നീക്കാൻ കഴിയുമെങ്കിൽ നീക്കണം. അതുപോലെ ശരീരത്തെ ശുദ്ധി വരുത്തുക. നമ്മൾ ജുമയ്ക്ക് വേണ്ടി കുളിക്കുമ്പോൾ ഉമ്മമാരെ വെള്ളിയാഴ്ചയുടെ സുന്നത്ത് കുളിയെ, ജുമായുടെ കുളിയെ കുളിക്കുന്ന നെയ്യത്ത് വെക്കും. അത് പ്രത്യേകം കൂലിയുണ്ട്. ഉപ്പമാരെ വെറുതെ വന്ന് ഓടിപ്പടച്ചടച്ച് വന്ന് ജോലിത്തിരക്കിനിടയിൽ ഷവർ തുറന്നു വെച്ച് കുളിച്ചു പോകലല്ല, ജുമായുടെ സുന്നത്ത് കുളിയെ കുളിക്കുന്നു എന്ന നെയ്യത്ത് വെക്കും. പ്രതിഫലം കൂടുതലാണ്. അതുപോലെ പള്ളിയിലേക്ക് നടന്നു പോകാൻ കഴിയുമെങ്കിൽ നടന്നു തന്നെ പോകുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലിക്കോളിൻ. സൂറത്തുൽ കഹ്ഫ് നമ്മൾ മറക്കരുത്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ മറക്കരുത്. സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കൽ. വെള്ളിയാഴ്ച ചൊല്ലാനുള്ള പ്രത്യേക സ്വലാത്തുകളുണ്ട്. ഇതൊക്കെ പള്ളികൾ ഓരോ ഗ്രന്ഥങ്ങളുണ്ട്. അതൊന്നും നമ്മൾ അറിയില്ല, നമ്മൾ ഇരിക്കുന്ന പോലും അറിയില്ല. അത് നമ്മൾ ചൊല്ലണം. അതുപോലെ പള്ളിയിൽ നേരത്തെ പോകണം. ഉസ്താദുമാരുടെ പ്രസംഗം കേൾക്കണം. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം. ദുആക്കിമാ ആമീൻ പറയണം. അതോടൊപ്പം കഴിഞ്ഞിറങ്ങുമ്പോൾ ആളുകളോട് മുസാഫഹത്ത് ചെയ്യണം, സലാം പറയണം. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം ഖബർ സിയാറത്ത് അധികരിപ്പിക്കുക. ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് കുശലാന്വേഷണം നടത്തുക, കുടുംബ ബന്ധം ചേർക്കുക, ആർക്കെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. അതൊക്കെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകം കൂലിയാണ്. സുഗന്ധം പൂശുക, ഇതൊക്കെ പ്രത്യേകം കൂലിയാണ്. അതോടൊപ്പം വെള്ളിയാഴ്ച അസർ നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ 80 വട്ടം ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ. ഇത് 80 വട്ടം ചൊല്ലിയാൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ആയിരുന്ന ഇരിപ്പിൽ തന്നെ, അധിക സമയമൊന്നും വേണ്ട, 80 വർഷത്തെ പാവങ്ങൾ പൊറുക്കും. അതോടൊപ്പം 5 വരിയുള്ളൊരു ബൈത്തുണ്ട്. നമ്മളെല്ലാം നാല് വരിയുള്ളൊരു ബൈത്ത് 5 തവണ ചൊല്ലണം. മഹാരഥന്മാർ രേഖപ്പെടുത്തി. ഏതാണ് ആ ബൈത്ത്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദൻബിൽ അലീമി. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. 5 തവണ ചൊല്ലിക്കോളിൻ. മഹാരഥന്മാർ ചൊല്ലിയിരുന്നത് ഈ ബൈത്താണ്. അള്ളാഹു വെള്ളിയാഴ്ച മാത്രമല്ല കേട്ടോ, എപ്പോഴും ചൊല്ലാം. ഇത് തൗബയുടെ പദം കൂടിയാണ്. അള്ളാഹ് ഭാഗ്യം തരട്ടെ. അതോടൊപ്പം അൽഹംദുലില്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് കമന്റിലൂടെ. അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളൊക്കെ അള്ളാഹ് മാറ്റിത്തരട്ടെ. അതോടൊപ്പം ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം
എന്നൊരു ആത്മീയ മജ്ലിസ് യൂട്യൂബിൽ ബദറൻ തീരം ലൈവ് എന്നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. 9 മണിക്ക് ഹദ്ദാദ് റാത്തിബോട് കൂടി തുടങ്ങി മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും മനസ്സിലാക്കി തിബ്ബുസ്സലാത്ത് ചൊല്ലി അസ്മാഉൽ ഹുസ്ന ചൊല്ലി അസ്മാഉൽ ബദറും ചൊല്ലി ദുആ ചെയ്യുന്ന 10,000 സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സ് അല്ലാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ അത് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ സ്വതക്കയുടെ കൂലി നമ്മളൊക്കെ കരഗതമാക്കി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.